Good morning. Good morning, ma'am. Good morning, English. Good morning, ma'am. Good morning, ma'am. Good morning. ma'am. Good morning. Good morning, ma'am. ma'am. Good morning, ma'am. Good morning. Good morning. All of you very, Good morning, ma'am. all of you very good morning. Good morning, Anjana. Good morning, Srikutti, Sharanya, Shabana, Ina, Divya, and all of you. Very good morning. And how is it going? Morning, ma'am. Good Morning. morning, Good miss. morning. Rajesh PA. Who is Rajesh PA? Endu. What's your name? Rajesh PA. Krishnendu. Krishnendu. Okay. Yes. Nyananto. Raghi. Rukia. How is it going there? All of you. Are you happy there? All are fine there? Yes, ma'am. Fine. Yes, Fine. ma'am. Okay. Yes, ma'am. Fine. Fine. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തത്? Former class we had already studied about which one? Ma'am, types of persons. Pronoun. Pronoun. അല്ലേ? Types of pronoun. അല്ല പേഴ്സണൽ പ്രോണോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Personal pronouns നെ കുറിച്ച് പഠിച്ചു. ഇനി first of all I am desiring to say about that, about the discipline. You should keep discipline in your classroom with the mute your microphones. Okay. Okay. In the question time, I will call you with your names. Then you respond to me. Okay. തസ്നിക്ക് മനസ്സിലായല്ലോ പറഞ്ഞത്? എല്ലാവരും എന്ത് ചെയ്യാം? ക്ലാസ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ അവരവരുടെ ഡിസിപ്ലിൻ പാലിക്കുക. ആ ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കണം? എല്ലാവരും അവരവരുടെ മൈക്രോഫോൺസ് മ്യൂട്ട് ചെയ്യുക. ഞാൻ വിളിക്കും, നിങ്ങൾ ഓരോരുത്തരെ വിളിക്കും. പേര് വെച്ച് നിങ്ങൾ ഓരോരുത്തരെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക? റെസ്പോണ്ട് ചെയ്യുക. എനിക്കറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഭയന്ന് ആരും മാറി നിൽക്കരുത്. അത് പഠിക്കാനായിട്ടുള്ള നമ്മുടെ തെറ്റിൽ നിന്നും ശരിയിലേക്ക് വരാനുള്ള ഒരു തടസ്സമായിട്ട് അവിടെ ഒരു ബാരിയർ ആയിരിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മൗനം എന്ന് പറയുന്നത് എന്തായിരിക്കുള്ളൂ? നിങ്ങളുടെ സൈലൻസ് അല്ലെ? സൈലൻസ് ദാറ്റ് ഷുഡ് ബി ദ ബാരിയർ ടു ബിക്കം എ ഗുഡ് ടീച്ചർ. ഒരു നല്ല ടീച്ചർ ആകുക എന്നതിന്റെ ഏറ്റവും വലിയൊരു തടസ്സം എന്തായി തീരും? സൈലൻസ്. ഓക്കെ, ആ സൈലൻസ് ആയിത്തീരും അല്ലെ? സൈലൻസ് പാലിക്കേണ്ടടുത്ത് സൈലൻസ് പാലിക്കണം. എന്നാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ ചോദിക്കുക. അപ്പോൾ ഒരാൾ മാത്രം എന്ത് ചെയ്യാം? എന്നാൽ ചോദിക്കുന്ന ആൾ അൺമ്യൂട്ട് ചെയ്യുക. ഉടനെ തന്നെ സംശയം ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം? വേഗം മ്യൂട്ട് ചെയ്യാനായിട്ടൊക്കെ പഠിക്കുക. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പോ തയ്യാറാണോ? Okay, ma'am. ആ അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പ്രോനൗൺസിനെ കുറിച്ച്, ടൈപ്സ് ഓഫ് പ്രോനൗൺസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ പേഴ്സണൽ പ്രോനൗണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ നെയിംസ് ഓഫ് എ പേഴ്സൺ ഓർ തിങ്സ് അല്ലെ? ഈ തിങ്സിനെ കുറിച്ചോ അല്ലെ? ദാറ്റ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് the names of person അല്ലെ? നമ്മൾക്ക് instead of the names of person, things അല്ലെ?
തിങ്സ് ആൻഡ് ആനിമൽസ് അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് പേഴ്സണൽ പ്രോണൗൺ അല്ലെ. ഒരു പേഴ്സണെ ഉദ്ദേശിച്ചിട്ടാണ് അല്ലെ, ഒരു വ്യക്തിക്ക് പകരമായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? പേഴ്സൺ അല്ലെ. അപ്പോ മസ്റ്റായിട്ട് ഇവിടെ എന്തിനെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്? എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്? It is also used instead of a names of a person. ഒരു പേഴ്സന്റെ നെയിമിന് പകരമായിട്ട് നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാം? use this. We can use this personal pronoun അല്ലേ? അങ്ങനെയല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ അൽഫിയ? Yes, ma'am. അങ്ങനെയല്ലേ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു പേഴ്സൺ അല്ലെ. ഒരു പേഴ്സൺ അൽഫിയ എന്ന് പറയുന്ന ഒരു പേഴ്സണെ കുറിച്ച് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നു അല്ലെ. ഞാൻ സംസാരിക്കുന്നു അൽഫിയ ഇസ് എ ഗുഡ് ടീച്ചർ അല്ലെ. അൽഫിയ നല്ലൊരു ടീച്ചറാണ്. അൽഫിയ ഇസ് എ ഗുഡ് സിംഗർ. വീണ്ടും ഞാൻ പറയുന്നു അൽഫിയ ഇസ് എ എന്താണ് ഗുഡ് ഡാൻസർ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആരെ കുറിച്ചാ പറയുന്നത്? അൽഫിയനെ പറ്റിയല്ല. എന്താണ് നസ്ല? നാസിൽ എന്നോ പറഞ്ഞ? എനിക്ക് ബ്രേക്ക് ആണ്, ഞാനൊന്ന് ലീവ് ചെയ്തിട്ട് കേറട്ടെ. ഓക്കെ കേറിക്കോളൂ. അപ്പോ എന്താണ് ഞാൻ ആൽഫിയെ കുറിച്ച് എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്? എന്ത് സരിത, ഞാൻ ആൽഫിയെ കുറിച്ച് എത്ര പ്രാവശ്യം ഇവിടെ പറഞ്ഞു? എത്ര പ്രാവശ്യം ആൽഫിയ എന്ന് സ്പെസിഫൈ ചെയ്തു? സരിത മനീഷ്, കം ഹിയർ. 4 പ്രാവശ്യം അല്ലെ? ഹലോ 3 പ്രാവശ്യം അല്ലെ മോളെ? ആൽഫിയ എന്ന് 3 പ്രാവശ്യം ഞാൻ കഴിഞ്ഞു അല്ലെ. അപ്പൊ ആൽഫിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ 3 ടൈംസ് അല്ലെ റിപ്പീറ്റേഷൻ വന്നു. ആൽഫിയ എന്ന് പറയുന്ന പേരിന്റെ റിപ്പീറ്റേഷൻ വന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാൻ ജസ്റ്റ് അവോയ്ഡ് ദാറ്റ് നെയിം അല്ലെ. എന്താണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നെയിം വീണ്ടും വീണ്ടും വരുന്നത് എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം അല്ലെ. ഈ ആൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് പകരം ഉപയോഗിക്കാം? ആൽഫിയ എന്ന പേഴ്സന് പകരമായിട്ട് ആൽഫിയ എന്തായതുകൊണ്ട്? ഗേൾ ആയതുകൊണ്ട് ആൽഫിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? യൂസ് ചെയ്യാം അല്ലെ. അപ്പൊ അതാണ് നമ്മൾ പറയുന്ന ഒരു പേഴ്സണൽ പ്രോനൗൺ എന്ന് പറയുന്നത്. എങ്കിൽ പോലും നമുക്കിവിടെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ പേഴ്സണൽ പ്രോനൗൺസിനെ ഫസ്റ്റ് പേഴ്സൺ എന്നും സെക്കൻഡ് പേഴ്സൺ എന്നും തേർഡ് പേഴ്സൺസ് എന്നും നമ്മൾക്ക് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വരുന്ന ഒന്നാണ് ഞാനിപ്പോ പറഞ്ഞു തന്നത് അല്ലെ. അപ്പോ ഞാനും എന്താണ് നിങ്ങളും പിന്നെന്താണ് അവര് അല്ലെ. അവളും അവനും എന്നൊക്കെ പറയില്ലേ? അവനും അവളും എന്നൊക്കെ പറയും അല്ലെ. അതൊക്കെയാണ് ഇതിൽ വരുന്ന ഈ സംഭവങ്ങളൊക്കെ. ഫസ്റ്റ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ഈ സംഭവങ്ങളൊക്കെ വരുന്നത് ഇതായിട്ടുള്ള. അപ്പോ ഞാൻ പറഞ്ഞു തന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നാണ് ഫസ്റ്റ് പേഴ്സൺ വരുന്നത് ആരൊക്കെയാണ്? ഐ വരുന്നു, വി വരുന്നു, us വരുന്നു, അതന്നെ അല്ലെ. മൈ വരുന്നു, അവർ വരുന്നു അല്ലെ, അവേഴ്സ് വരുന്നു. കാരണം ഇതിലൊക്കെ ആരുണ്ട്? വീല് ആരുണ്ട്? ഞങ്ങൾ എന്ന് പറയുമ്പോ ഈ അയ്യുണ്ട്, ഞാനുണ്ട് അല്ലെ. അസില് ഇതൊക്കെ ഫസ്റ്റ് പേഴ്സൺ ആവാനുള്ള പ്രധാന കാരണം എന്താണ്? ഈ അസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ന് പറയുമ്പോഴും ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ് ഐ അല്ലെ. ഐ അവിടെ ഇൻക്ലൂഡ് ആണ്. മൈ എന്ന് പറയുമ്പോൾ അവിടെ ഐ ഉണ്ട്. മൈൻ എന്ന് പറയുമ്പോൾ ഐ ഉണ്ട്. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അല്ലെ ഐ ഉണ്ട്. അവേഴ്സ് ഞങ്ങളുടേത് എന്ന് പറയുമ്പോഴും അവിടെ ആരുണ്ട്? അവിടെ എല്ലാത്തിലും ഐ പ്രസൻസ് ആണ്. ഐയുടെ പ്രസൻസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഫസ്റ്റ് പേഴ്സൺ ആയി തീർന്നത്. ഓക്കെ അല്ലെ. ഓക്കെ ആണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യാ? തമ്പിടുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട്, സംശയം ഉണ്ടെങ്കിൽ ത്രൂ മെസ്സേജസ് കേട്ടോ. മെസ്സേജിലൂടെ നിങ്ങൾക്ക് ഇതിനെ റെസ്പോണ്ട് ചെയ്യാം. ഇനി ഞാൻ പേരെടുത്ത് വിളിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും എന്നോട് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ആരായിരിക്കുള്ളൂ? സെക്കൻഡ് പേഴ്സൺ ആരായിരിക്കുള്ളൂ? ഞാൻ പറഞ്ഞു ഞാനും നിങ്ങളും അല്ലെ. അപ്പൊ സെക്കൻഡ് പേഴ്സൺ ആരാ? അല്ലെ. യു, യുവർ, യുവേഴ്സ് അല്ലെ. ഇവരൊക്കെയാണ് നമ്മുടെ ആൾക്കാര് അല്ലെ. സെക്കൻഡ് പേഴ്സണിൽ വരുന്ന ആൾക്കാര് ഇവരൊക്കെയാണ് അല്ലെ.
ഇനി തേർഡ് പേഴ്സണിൽ വരുന്നത് ആരാണ്? ഞാനും അല്ലെ ഇറ്റ് ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് അവിടെ ഹിസ് വരും, ഹെർ വരും, ഹിം വരും, അല്ലെ ഡയർ വരും, ഇറ്റ്സ് വരും. ഇതെല്ലാം തന്നെ ആരാണ്? ഈ തേർഡ് പേഴ്സൺ വരുന്ന ആളുകളാണ് കേട്ടോ. ഇറ്റ്സ് അവളുടെ എന്താണ് അതിൻ്റെത്, ഹെർ അവളുടേത്, അല്ലെ അവളുടെ, അവന്റെ, ഹിസ് അവന്റെ, ഹേർസ് അവളുടേത്, ഹിം അവനെ, അല്ലെ അങ്ങനെ ദയർ അവരുടെ, ദയേഴ്സ് അവരുടേത്. ഇങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ എന്ത് യൂസ് ചെയ്യേണ്ടതാണ്? ഈ തേർഡ് പേഴ്സൺ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് പേഴ്സൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അനു ജിബിൻ ഒന്ന് ശ്രമിച്ചു നോക്കി. ഈ ഫസ്റ്റ് പേഴ്സൺ വെച്ചിട്ട് വെറുതെ ഒരു സെന്റൻസ് കേട്ടോ, വെറുതെ. ഫസ്റ്റ് പേഴ്സൺ ആരാണ്? ഫസ്റ്റ് പേഴ്സൺ ഐ ആണ്. ഐ വെച്ചിട്ട് ജസ്റ്റ് അറിയാവുന്ന ഒരു സെന്റൻസ് ഉണ്ടാക്കി. I have a student. ഐ ഹാവ് എ സ്റ്റുഡന്റ് ആണോ? I have a teacher. I am going to school. അല്ല, എന്റെ കുഞ്ഞെ ഹാവ് എന്ന് പറയുന്നത് എപ്പോ ഉപയോഗിക്കേണ്ട സംഭവമാണെന്ന് അറിയോ? ഹാവ് സ്വന്തമായിട്ടുണ്ട്. എന്താ മോനെ പറയും? ആരാ വിളിച്ചെന്നെ? പറഞ്ഞോളൂ. ഐ ആം എ സ്റ്റുഡന്റ്. ഐ ആം എ സ്റ്റുഡന്റ് എന്നല്ലേ വരത്തുള്ളൂ. ഐ ആം എ സ്റ്റുഡന്റ്. അപ്പൊ ഞാൻ ഈ ഹാവ് ഉപയോഗിക്കേണ്ടത് സ്വന്തമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആര് ഉപയോഗിക്കാം? ഹാവിന് ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് സ്വന്തമായിട്ട് ഇന്ന സംഭവം ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയണമെങ്കിൽ ഈ ഹാവിനെ നമുക്ക് കൂട്ടുപിടിക്കാം കേട്ടോ. ഇപ്പോ ഞാനൊരു സ്റ്റുഡന്റ് ആണ് എന്ന് എങ്ങനെയായിരിക്കും അനുജിബിൻ പറയാ? I have a student. ഐ ആം, അല്ലേ? ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഐ ആം എ സ്റ്റുഡന്റ് കേട്ടോ. Okay. ഐ ആം എ സ്റ്റുഡന്റ് അതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ അവിടെ ഹാവ് ഒക്കെ ചേർത്ത് പോയി അല്ലേ? ഹാവ് തെറ്റാണ് കേട്ടോ അവിടെ. Okay. ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു സ്റ്റുഡന്റ് ആണ്, ഞാൻ ഇന്നതാണ്, ഞാൻ അങ്ങനെയാണെന്നൊക്കെ പറയാനൊക്കെ നമുക്ക് വി ആർ ടീച്ചേഴ്സ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഇതൊക്കെ വി ആർ ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയാം. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ അല്ലെ? ഇതൊക്കെ ശരിയായ പദങ്ങളാണ് കേട്ടോ മോനെ. ഹാവ് ചേർക്കേണ്ട സന്ദർഭം വേറെയാണ് കേട്ടോ. അനുവിന് സ്വന്തമായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഭക്ഷിക്കുക, കഴിക്കുക, തിന്നുക എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് ഹാവ് ഉപയോഗിക്കാം കേട്ടോ. ഹാവിന്റെ പ്രയോഗം വേറെയാണ് കേട്ടോ. അനു സാവധാനം നമുക്കത് പഠിക്കാം കേട്ടോ. ഇനി പൊസസീവിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അല്ലെ? ആരാണ് പൊസസീവ് എന്ന് വെച്ചാൽ ഷോ ഓണർഷിപ്പ് അല്ലെ? എന്ത് കാണിക്കുന്നു? ഓണർഷിപ്പ് കാണിക്കുന്നു. അതായത് അധികാരം കാണിക്കുന്നു അല്ലെ? സ്വന്തമായിട്ട് എനിക്കുണ്ട് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ചില പൊസസീവ് ആയിട്ടുള്ള ആളുകളുണ്ട്. മൈൻ, യുവേഴ്സ്, theirs, hers, his, its, ours അല്ലെ? ഇതൊക്കെ എന്തിനു ഉപയോഗിക്കുന്ന? ഓണർഷിപ്പ് കാട്ടുന്നതാണ് അല്ലെ? ദിസ് ഇസ് മൈൻ അല്ലെ? ദിസ് ഇസ് മൈൻ അല്ലെ? ഇത് എന്റേതാണ് എന്ന് പറയാം അല്ലെ? ദാറ്റ് ബുക്ക് ഇസ് theirs അല്ലെ? അവരുടെ ബുക്കാണ് അല്ലെ? ദാറ്റ് ഡ്രസ് ഇസ് എന്താണ് എന്തെങ്കിലും അല്ലെ? ദാറ്റ് യുവേഴ്സ് അല്ലെ? യുവേഴ്സ് പെൻ അല്ലെ? നിങ്ങളുടെ പേനയാണ് അല്ലെ? അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ? നിങ്ങളൊരു എക്സാമ്പിള് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്ത് എല്ലാവരും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു എക്സാമ്പിൾ, ഈ പൊസസീവ് ആയിട്ടുള്ളതിന് ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്ത് എല്ലാവരും. തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. Give to me your book. Give me your book കേട്ടോ. That is my house. Okay. She is mine. Okay. This book is mine. Okay. We are students. Nishad, we are students എന്ന് പറയുന്നത് പൊസസീവ് അല്ല കേട്ടോ മോളെ. That's my son. Okay. Yeah, it's my house. Okay. It's my phone. It's my pen. Okay. That is my pen. Okay.
എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ദാറ്റ്സ് മൈ പെൻ എന്നൊക്കെ പറഞ്ഞപ്പോഴും എന്താണ് ഇവിടെ ഓണർഷിപ്പ് കാണിക്കാനുള്ളത്. മൈ സ്കൂൾ ഈസ് നിയർ ഇല്ല മോളെ. ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അല്ല. ദിസ് മൈ ഫാമിലി ഓക്കെ അല്ല. ദാറ്റ്സ് മൈ ടീച്ചർ ഓക്കെ അല്ല. ദിസ് ഈസ് മൈ ബുക്ക് അതല്ല. ഇറ്റ്സ് മൈ ബുക്ക് ഓക്കെ. വാട്ട് ആർ യു ഡൂയിങ് ശരിയല്ല മോളെ. ഇറ്റ് ഈസ് മൈ പ്ലേസ് ഓക്കെ. You are my teacher. ഏ You are my teacher. യു ആർ My teacher. ഓക്കെ. യു ആർ മൈ ടീച്ചർ പറ്റൂല. യു ആർ മൈ ടീച്ചർ അത് തെറ്റാണ് കേട്ടോ. എപ്പോഴും പിന്നെ- നമ്മള് ഞാൻ പറയാം കാര്യം എല്ലാവരും ഞാൻ പറയാം കേട്ടോ തസ്മി. ദാറ്റ് ഈസ് മൈ കാർ. ദിസ് ഈസ് അവർ മോനെ ദാറ്റ് ഈസ് മൈ കാർ എന്ന് പറഞ്ഞത് ദാറ്റ്സ് മൈ ബുക്ക് എന്ന് പറഞ്ഞതും ഇസ് ഇറ്റ് വേഴ്സ് ഓക്കെ. ഇസ് ഇറ്റ് മൈ ഇറ്റ് ഈസ് മൈ ഫുഡ് ഈസ് മൈ ബ്രദർ അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ദാറ്റ് ഈസ് മൈ കാർ. ഇവിടെ ഒരു എക്സാമ്പിൾ പോലെ ഇവിടെ ഒരാൾ എഴുതി പോയതാണ് അല്ലെ. ഒരു കുട്ടി എഴുതാണ് ദാറ്റ് ഈസ് മൈ കാർ അല്ലെ. ദാറ്റ് ഈസ് മൈ കാർ. ഇതെന്റെ കാറാണ് എന്ന് പറഞ്ഞപ്പോഴും അല്ലെ കുറച്ചുകൂടി പൊസസീവ് ആകണമെങ്കിൽ ഈ മൈക്ക് പകരം എന്ത് ചേർക്കേണ്ടി വരും അല്ലെ. അപ്പൊ മൈൻ ചേർക്കുമ്പോഴാണ് ആ പൊസസീവ്നെസ് വരുള്ളൂ. മനസ്സിലായോ? അപ്പൊ ദിസ് എന്താണ്. അപ്പൊ നമുക്ക് എന്ത് പറയും? ദാറ്റ് കാർ ഈസ് മൈൻ പറഞ്ഞൂടെ? കാർ ഈസ് മൈൻ അല്ലെ. അത് എന്റെ കാറാണ്. ഒന്നും കൂടി പൊസസീവ് അല്ലെ. കുറച്ചും കൂടി ഒന്നാണ് സ്ട്രെസ് ചെയ്ത് പറയലോടെ that car is mine. ഓക്കെ ആണോ? മനസ്സിലായോ? You are my teacher എങ്ങനെ പറയാ മാം? You are my teacher എങ്ങനെ പറയാ? You are my teacher. നിങ്ങൾ എന്റെ എന്താണ് ഒരു കുട്ടീനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ ടീച്ചർ ഇസ് മൈൻ അല്ലേ. ആ ടീച്ചറ് എന്റേതാണ്. എന്റെ ടീച്ചറാണ്. ദാറ്റ്സ് മൈ ടീച്ചർ അല്ലെ. ദാറ്റ്സ് മൈൻ അല്ലെ. അത് എന്റേതാന്ന് എന്ത് ചെയ്യുന്നു? എംഫസൈസ് ചെയ്യുന്നു അല്ലെ. ഒരു എംഫസൈസ് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത് അല്ലെ. അത് നമുക്ക് ഫീൽ ചെയ്യും. ആ സെന്റൻസ് പറയുമ്പോഴും യു ആർ മൈ ടീച്ചർ എന്ന് പറയുമ്പോഴും എന്താണ് ദാറ്റ് ടീച്ചർ ഇസ് മൈൻ എന്ന് പറയുമ്പോഴും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് നോക്കാം. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ആ ഒരു പൊസസീവ്നെസ്, ആ ഓണർഷിപ്പ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് അല്ലെ. ആ വേർഡ് ഇങ്ങനെ ആ സെന്റൻസ് ഇങ്ങനെ വായിക്കുമ്പോ തന്നെ നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ? തിരിച്ചൊന്ന് വായിച്ചു നോക്കിയേ. യു ആർ മൈ ടീച്ചർ. നിങ്ങൾ എന്റെ ടീച്ചറാണ് അല്ലെ. അത് എല്ലാവരുടെയും ടീച്ചറാകാം അല്ലെ. The pen is mine. Okay, very correct. That pen is mine അല്ലെ. ആ പേന എന്റേതാണ് എന്ന് പറയുമ്പോഴ് അവിടെ എന്ത് വരുന്നു? That property is mine അല്ലെ. ആ പ്രോപ്പർട്ടി എന്റേതാണ് എന്ന് പറയുന്നതും ദിസ് ഈസ് മൈ പ്രോപ്പർട്ടി എന്ന് പറയും. അത് ആ പ്രോപ്പർട്ടിയിൽ എത്ര പേർക്ക് ഷെയർ ഉണ്ടാവാം? ദിസ് ഈസ് മൈ പ്രോപ്പർട്ടി എന്ന് പറയുന്നതിൽ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാൻ കഴിയാണ്. ദിസ് ഈസ് മൈ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ഷെയർസ് ഉള്ളതാണ്. പക്ഷേ അതിൽ ഒരാളുള്ളെങ്കിൽ എന്ത് പറയും? നമ്മളുടെ ഒരു ഓണർഷിപ്പ് അവിടെ കാണിക്കും അല്ലെ. അപ്പൊ പറയുന്നത് ദാറ്റ് പ്രോപ്പർട്ടി ഈസ് മൈൻ. അത് എന്റേതാണ്, എന്റേത് മാത്രമാണെന്നുള്ളതാണ് അവിടെ വരുന്നത്. ഓക്കെ ആയോ? ഹാവ് യു എനി ഡൗട്ട് ദാറ്റ് ഏരിയ? No. ഓക്കെ. അസ്ത് വെച്ചിട്ട് എങ്ങനെയാ പറയാ? എന്താ അസ്ത് വെച്ചിട്ട് എങ്ങനെയാ പറയാ? എനിക്ക് മനസ്സിലായില്ല. അസ് വെച്ചിട്ട് എങ്ങനെയാ മാം സെന്റൻസ് ആക്കുന്നത്? അസോ? അത്ത. ആ സ്കൂൾ ഞങ്ങളുടേതാണ് അല്ലേ അല്ലേ. അപ്പൊ അതെങ്ങനെ ഒരു എങ്ങനെ അറിയും? That school of us. The school belongs to us. Eh? School belongs to us. Give us the forms.
ഞങ്ങൾക്ക് ഫോം തരൂ. ഓക്കെ. ദാറ്റ് ഈസ് റിഗാർഡഡ് ടു us. ഓക്കെ, ഞങ്ങളെ പരിഗണിക്കുക അല്ലേ? ഓക്കെ, കറക്റ്റ് ആണ് അല്ലേ? നമ്മൾ സാധാരണ എങ്ങനെയാണോ അസ് ഉപയോഗിക്കേണ്ടത് അല്ലെ എന്നതുപോലെ തന്നെയാണ് അവർ എന്ന് പറയുമ്പോഴാണ് ഞങ്ങളുടെ അല്ലെ. ഇത് എന്താണ് ഇവിടെ എന്നോട് ആരാ ചോദിച്ചത് അത് അസ് വെച്ചിട്ട് എങ്ങനെയാ പറയാന്ന്? ഞാനാണ് മുബഷീറ. മുബഷീറയാണ്. ബഷീറ, ഞാൻ പറഞ്ഞു ആ സ്കൂൾ ഞങ്ങളുടേതാണ് എന്ന് പറയാൻ പറഞ്ഞോ ഞാനിപ്പോ ബഷീറയോട് അല്ലെ? അപ്പോ അസ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് പറയാൻ പറ്റില്ല അവിടെ അല്ലെ. അതിന് പകരമായിട്ട് എന്താണ് നമ്മൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത്? അവറാണോ? അവേഴ്സ് അല്ലെ. That school is ours. ഞങ്ങളുടേത്. That school is ours അല്ലെ. ഞങ്ങളുടേതാണ് ആ സ്കൂള്, ഞങ്ങൾ പഠിച്ച സ്കൂളാണ് അല്ലെ എന്നേ പറയുള്ളൂ അല്ലെ. മനസ്സിലായോ? വി ഞങ്ങൾ, ഞങ്ങളുടെ പ്ലൂറൽ ആണ്, ആ പ്ലൂറൽ ഫോം ആണ് എന്ത് പറയുന്നത്? അതായത് ഒരു അഡ്ജക്റ്റീവ് ഫോം തന്നെയാണ് എന്നാൽ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ് അസ് എന്ന് പറയുന്നത്. എന്തിന്റെ? എന്താണ് മോനെ കൃഷ്ണേന്ദു പറഞ്ഞ മോനെ? എന്താ പറ്റി? എന്തുപറ്റി കൃഷ്ണേന്ദു? കട്ടായി പോണുണ്ട്. കട്ടായി പോണുണ്ടോ? ഇത് വല്ല എന്താണ് തിരക്കുണ്ടോ കൃഷ്ണേന്ദുവിന്? എപ്പൊ തീരുമെന്ന് ചോദിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, നെറ്റ് ഇഷ്യൂ ഉണ്ട്. നെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇതിൽ നിന്നും വ്യൂ ചെയ്തിട്ട് വീണ്ടും കയറുക. കറക്റ്റ് ആയിക്കോ. താങ്ക് യു. അപ്പോ ഇനി റിഫ്ലെക്സീവ് കേട്ടോ. റിഫ്ലെക്സീവ് പ്രോനൗൺ. നിങ്ങൾക്ക് പ്രോനൗൺസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം റിഫ്ലെക്സീവ് പ്രോനൗൺസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് കേട്ടോ. റിഫ്ലെക്സീവ് പ്രോനൗൺ ഈസ് ദ ആക്ഷൻ ഓഫ് സബ്ജക്റ്റ്. The action of the subject turns back to or reflect the same turns. Action of the subject anto subject in the action of the subject turns back to or reflect the verb അല്ലെ. reflect the same subject. ആ സെയിം സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുന്നു എന്നാണ് എന്തിൻ്റെത്? റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയും. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഞാനിത് റിഫ്ലെക്സീവ് പ്രോനൗൺ പറഞ്ഞതാണ് ക്ലാസ്സില്. അപ്പോ എന്താണ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്? എന്താണ് റിഫ്ലെക്സ്? നിങ്ങള് സയൻസിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? പ്രതിബിംബമാണ്. ഞാൻ ഒരാളോട് ചോദിച്ചാൽ എല്ലാവരും കൂടി അൺമ്യൂട്ട് ചെയ്ത് പറയരുത്. അപ്പൊ മറ്റുള്ളവർക്ക് ഇത് കേൾക്കുന്നവർക്ക് അല്ലെ എല്ലാവർക്കും ക്ലാസ് മനസ്സിലാവണ്ടേ? ഞാൻ ചോദിക്കാം കേട്ടോ. ഞാൻ ചോദിക്കുന്നവര് ഒന്ന് ചിലപ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും, 10th പഠിച്ചതാണ്. ജിജ്ഞി നിസാം,
കല അരുൺ പ്രതിഫലനം മാം. കല അരുൺ മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ആ എവിടെ ജിജി നിസാം എവിടെ? പറ മാഡം. ജിജി നിസാം റിഫ്ലക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? റിഫ്ലക്സ് പ്രതിഫലനം എന്ന് കേട്ടിട്ടുണ്ട്. അത് റിഫ്ലക്റ്റ് ആണ്. ഈ റിഫ്ലക്റ്റും റിഫ്ലക്സും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അത് നമ്മുടെ ബോഡിയിലൂടെ സിഗ്നൽസ് മൂവ് ചെയ്യുന്നു. സിഗ്നൽസ് മൂവ് ചെയ്യുന്നതാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലെ. ആ റിഫ്ലക്സ് എന്ന് പറയുന്നത്, ആ റിഫ്ലക്സില് നമ്മൾ ഒരു വസ്തുവിനെ എന്ത് ചെയ്യുന്നു? കൈകൊണ്ട് തൊടുന്നു അല്ലെ. ഈ കൈകൊണ്ട് തൊടുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന ആ ബോഡിയിൽ ഉണ്ടാകുന്ന ചില നാഡീപ്രേഷകളെ, നെർവ് അല്ലെ, നെർവിലൂടെ ചില റിഫ്ലക്സുകൾ എവിടെ ചെല്ലുന്നു? സംവേദനാഡികളിലൂടെ, പ്രേരക നാഡികളിലൂടെയും സംവേദനാഡികളിലൂടെയും സമ്മിശ്ര നാഡികളിലൂടെയൊക്കെ കടന്ന് എവിടെ ചെല്ലുന്നു? ബ്രെയിൻ എന്ന ഭാഗത്ത് ചെല്ലുന്നു. ആ ബ്രെയിനിൽ ചെന്നിട്ട് വീണ്ടും തിരിച്ചെന്തിലേക്ക് തന്നെ ചെല്ലുന്നു? ആ കൈകളിലേക്ക് തന്നെ ആക്ഷൻ തിരിച്ചു ചെല്ലുന്നു അല്ലെ. ആക്ഷൻ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് കൈവലിക്കുന്നു. അതാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ റിഫ്ലക്സ് എന്ന് വന്നത് എന്നതാണ് ഞാൻ പറഞ്ഞത്. അതിന് വേറെ എന്തെങ്കിലും റിഫ്ലക്ട് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇല്ലേ? തോന്നുന്നുണ്ടോ? റിഫ്ലക്ട് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ എന്ന് തോന്നുന്നുണ്ടാവും അല്ലെ. പക്ഷെ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ്, അതായത് ചെയ്യുന്ന ഒരു ആക്ഷൻ എവിടെ ചെല്ലുന്നു, എവിടെയാണോ എത്തേണ്ടത് അവിടെ ചെല്ലുകയും ആ ചെന്നിട്ട് അത് തിരിച്ചു വന്നിട്ട് എന്തിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്നു? ആ ആക്ഷന് തന്നെ, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് എവിടെയാണോ അല്ലെ. ഇപ്പൊ വിരൽ എന്ന സബ്ജക്റ്റ് അല്ലെ, ഒരു സബ്ജക്റ്റിന് അവിടെ പ്രാധാന്യം കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മൾ ഡ്രോ ബാക്ക് ദാറ്റ് ഫിംഗേഴ്സ് അല്ലെ. ആ ഫിംഗേഴ്സ് നമ്മളെ ഡ്രോ ബാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതാണ് റിഫ്ലക്സ് ആക്ഷൻ. അതുകൊണ്ടാണ് ഇതിനെ റിഫ്ലക്റ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഓക്കെ ആണോ ജിജി നിസാം? ഒന്നും കൂടി പറയാമോ? അതായത് നമ്മള് ഒരു തിരിയിൽ അല്ലെ, മെഴുക്ക് തിരിയുടെ മുകളില് കൈ കൊണ്ടുപോയി വെച്ചു അല്ലെ. കൈ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കൈ കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോൾ അവിടെ എന്ത് പറ്റുന്നു? പെട്ടെന്ന് ചൂടേക്കും അല്ലെ. അപ്പൊ അവിടെ നിന്നുള്ള നാഡിയിൽ നിന്നുള്ള നെർവ് വഴിയായിട്ട് അവിടെ നിന്നുള്ള സന്ദേശങ്ങൾ അല്ലെ, മെസ്സേജസ് എവിടെ വരുന്നു? നിന്റെ കൈ പൊട്ടിയിട്ടുണ്ടെന്നുള്ള മെസ്സേജ് എന്ത് വഴി? പ്രേരക നാഡികൾ വഴി, സമ്മിശ്ര നാഡികൾ വഴി, സംവേദന നാഡികളിലൂടെ എവിടെ എത്തുന്നു? ബ്രെയിനിലേക്ക് എത്തുന്നു അല്ലെ. ആ ബ്രെയിനിൽ എത്തിയിട്ട് ബ്രെയിനിൽ നിന്നും ആ നാഡികൾ തന്നെ വീണ്ടും ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ആ മെസ്സേജ് ആയിരിക്കുള്ളൂ കൈ പൊള്ളി അല്ലെ, വേഗം ബാക്കിലേക്ക് വലിച്ചോളൂ എന്നുള്ള ഒരു മെസ്സേജ് ബ്രെയിൻ ഈ നാഡികൾ വഴി തന്നെ സംവേദന നാഡികൾ, സമ്മിശ്ര നാഡികൾ, പ്രേരക നാഡികൾ വഴിയായിട്ട് കൈകളിലേക്ക് തിരിച്ചെത്തിക്കുന്നു അല്ലെ. വിത്തിൻ മിനിറ്റ്സ് ആണ് അല്ലെ, വിത്തിൻ മിനിറ്റ്സ് അല്ല, വിത്തിൻ സെക്കൻഡ്സ് അല്ലെ. സെക്കൻഡിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൈ വലിക്കുകയാണ്, ബാക്കിലേക്ക് നമ്മള് വലിക്കുന്നു അല്ലെ, ഡ്രോ ബാക്ക് ചെയ്യുന്നു. അതേ സന്ദർഭം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ സബ്ജക്റ്റ് എന്ന സംഭവത്തെ, ആ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെ ഒബ്ജക്റ്റിലേക്ക് വരികയും ആ ഒബ്ജക്റ്റിൽ നിന്നും അത് എന്ത് ചെയ്യുന്നു? വീണ്ടും എന്ത് ചെയ്യുന്നു? സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വീണ്ടും തിരിച്ചങ്ങോട്ടേക്ക് തന്നെ ചെല്ലുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്? സബ്ജക്റ്റിന് ഇവിടെ പ്രാധാന്യം. അതുകൊണ്ടാണ് അതിനെ റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറഞ്ഞത്. അപ്പോ അതായത് ഐ ഡിഡ് ഇറ്റ്, ഞാനിത് ചെയ്തു അല്ലെ, ഞാൻ ചെയ്തു, ഐ ഡിഡ് ഇറ്റ് അല്ലെ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയണം, ഒരാൾ പറയാണ് അത് അവനും കൂടി അല്ല ചെയ്തതെന്നുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തേക്കുന്ന കാര്യമായിരിക്കുള്ളൂ. നല്ല ഭംഗിയായിട്ട് മുറിവ് വൃത്തിയാക്കി വെക്കുക, ആ കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടി നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം. പക്ഷെ മറ്റൊരാൾക്ക് അതിന്റെ പ്രാധാന്യം കിട്ടുമ്പോ നിങ്ങൾ ഇടക്കേറി എന്താ പറയാൻ? നിങ്ങള് എന്ത് പറയും? ഞാനാ ചെയ്തതെന്ന്.
ഞാൻ തന്നെ ചെയ്താന്ന് പറയും അല്ലെ. ഒന്നുകൂടി എന്താണ് സ്ട്രെസ് ചെയ്ത് നമ്മൾ അവിടെ പറയും അല്ലെ. അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് വാക്കുകളാണ് മൈസെൽഫ്. ഐ വരുമ്പോൾ മൈസെൽഫ് എന്നും, ഹി വരുമ്പോൾ ഹിംസെൽഫ്, ഷീ വരുമ്പോൾ ഹെർസെൽഫ് തന്നെ, യു വരുമ്പോൾ യുവർ സെൽഫ്, യു നൗൺ എന്താണ് സിംഗുലർ ആയിരിക്കുമ്പോൾ നീ എന്ന് മാത്രം ഉപയോഗിക്കുമ്പോൾ യുവർ സെൽഫ്, യുവർ സെൽഫ്സ് പ്ലൂറൽ ആയിരിക്കുമ്പോൾ യുവർ സെൽഫ്സ് ഉപയോഗിക്കുക. ദേ ദയർ എന്താണ് ദംസെൽവ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ദംസെൽവ്സ്. പിന്നെ എന്താണ് വി എന്ത് വരും our selves കേട്ടോ. വി our selves. അപ്പൊ എന്തൊക്കെയാണ് എഴുതിയേക്കണ ജിൻസി? ഐ വരുമ്പോൾ എന്ത് ഉപയോഗിക്കണം ജിൻസി? Myself. മൈസെൽഫ്. He വരുമ്പോൾ himself. She വരുമ്പോൾ herself. You വരുമ്പോൾ yourself. പ്ലൂറൽ ആണെങ്കിൽ yourselves, themselves, ourselves. അപ്പൊ വി വരുമ്പോഴ് അവർ സെൽഫ്, ദേ വരുമ്പോഴ് ദംസെൽഫ്. ഇറ്റ് വരികയാണെങ്കിലോ ഇറ്റ് വരുമ്പോൾ H വരുമ്പോൾ your സെൽഫ് എന്നാണ് ഇറ്റ് സെൽഫ് കേട്ടോ. അപ്പൊ അത് ചേർക്കാം. അപ്പൊ ഐ ഡിഡ് ഇറ്റ് ഐ ആണ് വന്നത് അല്ലെ. അപ്പൊ ഒന്നും കൂടി എന്ത് ചെയ്യണം? ആക്ഷൻ. ആ ആക്ഷൻ ആർക്ക് പ്രാധാന്യം കൊടുക്കണം? ഈ ഐ എന്ന് പറയുന്ന ആൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ആക്ഷൻ വരേണ്ടത് അല്ലെ. അപ്പോ ഐ വരുമ്പോൾ എന്ത് ചേർക്കണം എന്നാണ് നമ്മൾ പഠിച്ചത് റിഫ്ലെക്സീവിലെ? ഞാൻ തന്നെയാണ് ചെയ്തത്. ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് അല്ലെ. ഞാൻ തന്നെയാണത് ചെയ്തത് എന്ന് പറഞ്ഞു അല്ലെ. ഈ അംബർല അവളുടെ എന്താണ് നിങ്ങളുടേതാണെന്ന് എങ്ങനെ പറയും? yourself എന്നാണോ മോനെ? yourself. അപ്പൊ എന്താണ് ഈ അംബർല നിങ്ങളുടേതാണെന്ന് പറയും. ഇത് വാചക ശ്രദ്ധിക്കാം. സെൽഫ് വരില്ല. നിങ്ങളുടെ തന്നെയാണെന്ന് പറയുമ്പോഴല്ലേ സെൽഫ് വരുള്ളൂ. യുവേഴ്സ് അല്ലേ ഇത് കേട്ടോ. ദിസ് അംബർല ഇസ് യുവേഴ്സ് അല്ലെ. ഈ അംബർല നിങ്ങളുടേതാണ് അല്ലെ. അങ്ങനെ പറയുമ്പോൾ ഞാൻ തന്നെയാണ് കണ്ണാടിയിൽ നോക്കിയത്. ഞാൻ തന്നെയാണ് കണ്ണാടിയിൽ നോക്കിയത്. അനശ്വര എങ്ങനെ പറയും? ഞാൻ തന്നെ കണ്ണാടിയിൽ നോക്കിയെന്ന് എങ്ങനെ പറയും? I am മാം itself ആണോ? itself. ഞാനല്ലേ വന്നത്. അപ്പൊ ഞാൻ എന്ത് പറയും? ഞാൻ myself. നിങ്ങക്ക് വേർഡ് ഉണ്ടാക്കുക, നമ്മള് സെന്റൻസ് മേക്ക് ചെയ്യണ്ടേ. അപ്പൊ എന്ത് വരും? ഞാൻ എന്ന് പറയുമ്പോഴ് നോക്കി. നോക്കി എന്നുള്ളതിന് എന്താണ്? ശരിക്കും കറക്റ്റ് ആണ്. നോക്കി എന്നുള്ളതിന് എന്ത് പറയും? myself in the mirror. myself. ഞാൻ തന്നെ അല്ലേ. ഐ ലുക്ക്ഡ് മൈസെൽഫ് അല്ലെ. എവിടെ നോക്കി? എവിടെയാ നോക്കിയത്? ഇൻ ദ അല്ലേ. ഞാൻ തന്നെയാണ് കണ്ണാടിയിൽ നോക്കിയത് അല്ലേ. വെരി ഗുഡ്. ഐ ലുക്ക്ഡ് മൈസെൽഫ് ഇൻ ദ മിറർ. ഓക്കെയോ? ഓക്കെ. ഇനി ഞാൻ തന്നെയാണ് വസ്ത്രങ്ങൾ കഴുകിയതെന്ന് എങ്ങനെ പറയും ലിമി? ഐ വാഷ്ഡ് കഴിഞ്ഞാല് വേഗം ആര് ചേർക്കണം? റിഫ്ലെക്സീവ് ചേർക്കണം അല്ലേ. ഐ വാഷ്ഡ് self. കൃഷ്ണേന്ദു വന്നിട്ടുണ്ട്. കറക്റ്റ് ആണ്. ജിൻസിരാജ് ഐ വാഷ് മൈ ക്ലോത്ത്സ് ബൈ മൈ സെൽഫ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഓക്കെ.
I washed the clothes myself. Okay. Okay. I washed, പറയുമോനെ ലിമി? I washed clothes myself. Okay. I washed clothes, അല്ലെ? എന്താണ്? Clothes myself, അല്ലെ? ആ വസ്ത്രങ്ങള് ആര് തന്നെയാ കഴുകിയത്? ഞാൻ തന്നെയാണ് കഴുകിയത്. I washed clothes by myself എന്ന് പറയും, ഞാൻ തന്നെ എന്ന് പറയും, അല്ലെ? എന്നാ കഴുകി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. I washed my clothes, അല്ലെ? I washed clothes by myself, അല്ലെ? എന്നാൽ കഴുകപ്പെട്ടു എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, അല്ലെ? മനസ്സിലായോ ലിമി? ലിമി? ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിനെ ഈ റിഫ്ലക്റ്റീവ് പ്രോനൗണിനെ നമുക്ക് എംഫാറ്റിക് പ്രോനൗൺ എന്ന് കൂടി പറയാം. എംഫാറ്റിക് പ്രോനൗൺ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? നേരെ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ആരെ ചേർത്തോളണം? നമ്മുടെ റിഫ്ലക്റ്റീവ് പ്രോനൗണിനെ ചേർക്കുക. അപ്പൊ ഒന്നും കൂടി I washed myself in the dress എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ. സബ്ജക്ട് പ്ലസ് സബ്ജക്റ്റ് കഴിഞ്ഞ ഉടനെ ആര് ചേർക്കണം? എംഫാറ്റിക് പ്രോനൗണില്. സബ്ജക്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ റിഫ്ലെക്സീവ് പ്രോനൗൺ അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞു I did it myself, അല്ലെ? ഞാൻ തന്നെയാണത് ചെയ്തത്, ഞാൻ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു, അല്ലെ? ഇനി ഒന്നുകൂടി പറയാണ്, ഇല്ല ഇത് ഞാൻ തന്നെ ചെയ്തതാണെന്ന് ഉറപ്പിച്ച് പറയുമ്പോഴാണ് നമ്മൾ എംഫാറ്റിക് പ്രോനൗൺ ഉപയോഗിക്കുന്നത്. അപ്പോ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആരെ ചേർക്കണം? റിഫ്ലെക്സീവ് പ്രോനൗൺ ആയ മൈസെൽഫിനെ ചേർക്കുക. I myself did it. ഞാൻ തന്നെ അത് ചെയ്തു എന്ന് വരും, അല്ലെ? ഓക്കെ ആണോ? ഓക്കെ ആണോ എന്ന്? ഓക്കെ മാം. കൃഷ്ണേന്ദു ഇപ്പൊ എങ്ങനെയുണ്ട്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ടീച്ചർ. എന്തായി മോനെ? കേൾക്കാം ടീച്ചർ. എന്താണ് വയ്യേ കൃഷ്ണേന്ദുവിന്? ചുമ മാത്രമേ മാത്രം മിണ്ടാതെ അവിടെ ഇരുന്നോട്ടോ. എന്താണ് അവൻ അവരോട് തന്നെ ചോദിച്ചു എന്നെങ്ങനെ പറയും? അവർ അവനോട് തന്നെ ചോദിച്ചു. അവൻ അവരോട് തന്നെ ആണോ? ആരാണ് ഇവിടെ ചോദിച്ചത്? അല്ലേ? അപ്പൊ അവനോടട്ടാ ഞാൻ അല്ലെ? അവനോട് അവൻ അവനോട് തന്നെ ചോദിച്ചു, അല്ലെ? അപ്പൊ ഇവിടെ ചോദിച്ച ആളുകൾ ആരാണ്? അവരാണ് അവനോട് ചോദിച്ചത്, കാര്യങ്ങൾ ചോദിച്ചത്, അല്ലെ? they asked him, അല്ലെ? അവൻ അവരോട് അവരെ തന്നെ അവരോട് എന്താണ് അവരെ കുറിച്ച് ചോദിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? അവരെ പറ്റി, അല്ലെ? അവരെ തന്നെ ചോദിച്ചു എന്ന് എങ്ങനെ പറയും? അവരെ തന്നെ ചോദിച്ചു. they asked him about അവരെ കുറിച്ച് എന്ന് പറയുമ്പോൾ, അല്ലെ?
അവരെ They തന്നെ എന്നൊക്കെ himself പറയുമ്പോൾ asked him. എന്താണെന്ന് ഉപയോഗിക്കാം, themselves എന്ന് ഉപയോഗിക്കാം കേട്ടാ. They asked him അല്ലെ, അവരെ വേറെവരെ കുറിച്ച് ചോദിച്ചൂടെ അവനോട്? മനസ്സിലായോ? അപ്പൊ പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സംശയം ചോദിക്കട്ടെ. ആ അപ്പൊ ഈ ദേന്റെ കൂടെ ആറ് ചേർക്കണ്ട? ദേ വേണ്ട. ആറ് വേണ്ട? അതെപ്പോഴാണെന്നറിയോ? അത് ഈ സമയത്തല്ല, ഞാൻ അത് ചോദിച്ചു, ദേ ആർ ആസ്ക്ഡ് ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആറ് ചേർക്കാം കേട്ടോ. നമുക്ക് ടെൻസിലുള്ളൊരു വ്യത്യാസം ഉണ്ട് ഇവിടെ. ടെൻസിന്റെ ആ യൂസസിന് വരുമ്പോൾ ഒരു വ്യത്യാസമാണിത്. ഇപ്പൊ എന്താണ്, ചോദിച്ചു, പറഞ്ഞു, അതായത് ഓൺ ദ സ്പോട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ആറും വാസും ഇതൊന്നും ഉപയോഗിക്കണ്ട. They asked him about themselves. Okay. ഓക്കെ. അപ്പോ എന്താണ്, അവരെ കുറിച്ച് തന്നെ അവനോട് ചോദിച്ചു എന്നെങ്ങനെ പറയും? അവരെ തന്നെ അവനോട് ചോദിച്ചു എങ്ങനെ പറയും? ഒന്നും കൂടി എംഫസൈസ് ചെയ്ത് എങ്ങനെ പറയും? റിഫ്ലെക്സീവ് പ്രോണൗൺ അല്ലെ. themselves asked him അല്ലെ. അവരെ പറ്റി അവനോട് ചോദിച്ചു അല്ലെ എന്ന് വരും. വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്തേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ തന്നെയാണ് അവിടെ പോയത്. ഞങ്ങൾ തന്നെയാണ് അവിടെ പോയത് എങ്ങനെ പറയും? We ourselves go to there. We Ourselves ഞങ്ങൾ തന്നെ അല്ലെ. We ourselves go to there. അവിടെ പോയത്. Go to there. നല്ല വരാ മാം. പോയത്. അപ്പൊ വെന്റ് അല്ല, ഗോ ടു വരാ. Go to there അല്ല, വെന്റാണ് കേട്ടോ വരിക. വെന്റാണ്. We ourselves went to there കേട്ടോ. ഞങ്ങൾ അല്ലേ അങ്ങനെ പോയത്. ഞങ്ങൾ പോയതെന്നാണ് ഞങ്ങൾ തന്നെയാണ് അവിടെ പോയത്, അതാണ് പറഞ്ഞത്. We ourselves went there കേട്ടോ. വേറെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ വേർഡിൽ തന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. I repaired the washing machine. I repaired the washing machine. അപ്പൊ ഞാൻ തന്നെയാണ് റിപ്പയർ ചെയ്തതെന്ന് എങ്ങനെ പറയും? I myself repaired the washing machine. Repaired the washing machine. Okay. ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇനി ആർക്കെങ്കിലും any doubt? Have you any doubt? We ourselves made the form. ഞങ്ങൾക്ക് വേണ്ടി തന്നെയാണ് എന്ത് ചെയ്തത്? ഫോം ഉണ്ടാക്കിയതെന്ന്. അത്
ഇനി ഞാൻ തന്നെയാണ് രാവിലെ ഡ്രസ് ചെയ്തത്. എല്ലാവരും എഴുതി വെച്ചോളൂ, എഴുതി മെസ്സേജ് അയക്കൂ. ഞാൻ തന്നെയാണ് രാവിലെ ഡ്രസ് ചെയ്തത്. ഓക്കെ, ഷഹാന കറക്റ്റ്. I dressed myself in the morning. Okay. I dressed എന്ന് പറയുന്നത് കേട്ടാ. ഉമീന, I dressed. I myself dressed in the morning is the emphasis, അല്ലേ? I dressed myself in the morning. I dressed myself. I myself dressed up എന്തിനാണ് മോനെ? അഞ്ചര വേണ്ട കേട്ടോ. Dressed up വേണ്ട. അപ്പെന്ന് വേണ്ട കേട്ടോ. Dressed up വേണ്ട. I dressed myself in the morning. Okay, okay. I will dress എന്ന് പറയരുത് മോനെ. I will, ഞാൻ വസ്ത്രം ധരിക്കും എന്നല്ലേ പറയണത്. അത് ഫ്യൂച്ചറിലേക്ക് പോയില്ലേ, അപ്പൊ അത് പറ്റില്ല കേട്ടോ. I dress myself in the morning. Okay. I myself dressed in the morning. Okay. I myself dressed in the morning. I dressed morning. In the morning. At the morning അല്ല, in the morning. അത് കറക്റ്റ് ചെയ്യാൻ കേട്ടോ. അത് I dressed myself in the morning. I dressed myself in the morning. Okay. അല്ലെ? അപ്പൊ ഇത് കറക്റ്റ് ആൻസർ ചെയ്ത് myself change dressed to in the morning. വേണ്ട, രണ്ട് ടൂവും ഇന്നും ഒരുമിച്ച് വരില്ല കേട്ടോ. രണ്ട് പ്രൊപ്പോസിഷൻ ആണ്, അപ്പൊ ഒരിക്കലും ഒരെണ്ണ വരുള്ളൂ. ടു ഇൻ. I dressed myself in the morning. Okay. അപ്പോ I dressed myself in the morning. Okay. അല്ലെ? അപ്പൊ ആൻസർ ഏതാ ഇതിനകത്ത്? I dressed myself in the morning. കറക്റ്റ് ആയിരിക്കൊക്കെ കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ, കറക്റ്റ് ആക്കിയവരൊക്കെ. അപ്പൊ ചിലവരൊന്ന് ശ്രദ്ധിക്കാറുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. അല്ലെ? നിങ്ങളെ തന്നെ കെയർ ചെയ്യുക എന്നൊക്കെ പറയൂലേ? അതെങ്ങനെയാ പറയാ ഇംഗ്ലീഷില്? നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, അല്ലെ? എന്താണ് കെയർ ചെയ്യുക എന്നൊക്കെ പറയൂലേ? നിങ്ങൾ തന്നെ കെയർ ചെയ്യുക, അതെങ്ങനെ പറയും? എല്ലാവരും എന്ത് ചെയ്യുക? എല്ലാവരും എഴുതി വെക്കുക. മൈസെൽഫ് അല്ലല്ലോ മോളെ, നിങ്ങളെ തന്നെ എന്നാണ് പറഞ്ഞത് കേട്ടോ. അല്ലെ? കെയർ ചെയ്യുക അല്ലെ? കെയർ യുവർ സെൽഫ്. എന്താണ്? കെയർ എടുക്കുക, ടേക്ക് കെയർ. അതെ, ടേക്ക് കെയർ യുവർ സെൽഫ്. അഞ്ജന, കെയർ ചെയ്യണം എന്ന് നമ്മള് ഉറപ്പിച്ചു പറഞ്ഞില്ലല്ലോ. ടേക്ക് കെയർ യുവർ സെൽഫ്. ഓക്കെ, ഖദീജ കറക്റ്റ്. ടേക്ക് കെയർ ഓഫ് വേണ്ട കേട്ടോ അവന്. ടേക്ക് കെയർ യുവർ സെൽഫ്. ടേക്ക് കെയർ അല്ലെ? അതായത് ടേക്ക് കെയർ ആണ് വരുള്ളൂ അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യാ? ടേക്ക് കെയർ, യു ആർ കെയർ മൈസെൽഫ് യുവർ സെൽഫ് എന്ന് പറയുന്നത് ടേക്ക് കെയർ അല്ലെ? ടേക്ക് കെയർ യുവർ സെൽഫ്.
അല്ലെ? നമ്മൾ പറയാറുണ്ട് അല്ലെ? ആരെങ്കിലും അസുഖമായിട്ട് ഇടയ്ക്കയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ടേക്ക് കെയർ എന്ന് പറയാറില്ലേ? പറയാറില്ലേ നമ്മള്? കെയർ ഓഫ് യുവർ സെൽഫ്. ടേക്ക് കെയർ യുവർ സെൽഫ് അല്ലെ? അപ്പൊ കെയർ എടുക്കാനാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ നിങ്ങൾ തന്നെ എന്താണ് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുക അല്ലെ? അങ്ങനെയുള്ള ഇതില് പറയുന്നു. അതാണത്. ഇനി എല്ലാവരും ഇതൊന്ന് ചെയ്യും. ഞങ്ങൾ തന്നെയാണ് റൂം അലങ്കരിച്ചത്. We decorate. We ourselves decorate the room. We decorated. Okay. We decorated. കേട്ടോ? Okay, okay. We are decorated the room. അല്ല, ഞങ്ങൾ തന്നെ എന്ന് പറയണ്ടേ? ഓക്കെ. ഡിക്രീറ്റഡ് ആണോ മോനെ? ഡെക്കറേറ്റഡ് സ്പെല്ലിംഗ് അല്ലേ മിസ്റ്റേക്ക് വന്നു കേട്ടോ. ഡെക്കറേറ്റഡ് ദ റൂം ourselves. ഓക്കെ. വി ഡെക്കറേറ്റഡ് ദ റൂം. ഈ സെറ്റ് ദ റൂം എന്ന് പറയല്ലോ മോനെ. ഡെക്കറേറ്റഡ് അലങ്കരിച്ചു എന്ന് പറയാവോ? മോഡിഫൈഡ് എന്ന് പറയാവോ? മോഡിഫൈ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അലങ്കരിക്കുക എന്ന് പറയുന്നത് മോഡിഫൈ ചെയ്യാന്ന് പറയുന്നത് വ്യത്യാസമില്ലേ മോനെ? ഉണ്ട്. വ്യത്യാസമുണ്ട്. അപ്പൊ മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താ ചെയ്യാ, അതിനൊന്ന് മാറ്റം വരുത്തുകയാണ് മോഡിഫിക്കേഷൻ. ഡെക്കറേറ്റ് ചെയ്തതാണ് പറഞ്ഞത്, അലങ്കരിക്കുക. അപ്പൊ മാറ്റങ്ങൾ വരുത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ എന്ന് ഉപയോഗിക്കാം കേട്ടോ. ശരി. വി റൂം ഡെക്കറേറ്റ് അങ്ങനെയല്ല, വി ഡെക്കറേറ്റഡ്. റൂം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്, അവസാനേ വരുള്ളൂ കേട്ടോ. വി ഡെക്കറേറ്റഡ് ദ റൂം ourselves. ഇവിടെ അല്ല കേട്ടോ, ourselves. വി ഡെക്കറേറ്റഡ് ദ റൂം. ഒരു റൂമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ദ റൂം എന്ന് വേണം. ദ റൂം. വി ഡെക്കറേറ്റഡ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെക്കറേറ്റഡ് ബൈ ourselves അങ്ങനെ പറയോ? ഞങ്ങളാൽ തന്നെ മോനെ മ്യൂട്ട്. ഡെക്കറേറ്റഡ് ബൈ ourselves എന്ന് പറഞ്ഞത് കൊണ്ട് കുഴപ്പമൊന്നും, ourself എന്നല്ല കേട്ടോ മോനെ സുനിത, ഒന്ന് ശ്രദ്ധിക്കണേ. ourselves എന്നാണ് കേട്ടോ. അപ്പൊ അത് ബൈ ours എന്ന് പറയുന്നതും ഞങ്ങളാൽ തന്നെ എന്ന് ഉപയോഗിക്കുമ്പോൾ ബൈ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ല, ഫസ്റ്റ് ഒബ്ജക്റ്റ് വന്നുകൊണ്ട് കുഴപ്പമുണ്ടോ? ഫസ്റ്റ് റൂം ഒബ്ജക്റ്റ് വരാൻ പാടില്ല. ഫസ്റ്റ് എന്താ വരണ്ടേ? ഫസ്റ്റ് വരുന്നത് സബ്ജക്റ്റ് വരണം. റൂം ഫസ്റ്റ് വരാൻ പാടില്ല. ഇല്ല, ഇങ്ങനെയായിരിക്കും തസ്ന് ഉദ്ദേശിച്ചത്. റൂം വാസ് ഡെക്കറേറ്റഡ്. അപ്പോ സെന്റൻസിന്റെ ആകെ മൊത്തം സംഭവങ്ങൾ എടുത്ത് മാറ്റേണ്ടി വരും. നമ്മൾ ഈ പറഞ്ഞ ഈ പ്രോനൗണിൽ വെച്ചിട്ട് നമ്മൾക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഈ പ്രോനൗണിൽ വെച്ചിട്ട് ഇങ്ങനെ സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഒരു ഗ്രാമർ എന്ന് പറയുമ്പോൾ? ഗ്രാമർ എന്താണ്? മ്യൂട്ട് ചെയ്യണം. അപ്പോ എന്താണ്, ചില കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ചില മോഡിഫിക്കേഷൻസ് കൂടിയാണ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്ന റിഫ്ലെക്സീവിൽ എന്ത് സംഭവിക്കണം? റിഫ്ലെക്സീവിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല,
ശരിക്കും എന്താണ് സബ്ജക്റ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. ഒബ്ജക്റ്റ് എന്താണ് സബ്ജക്റ്റിന്റെ ആ തുടക്കത്തിൽ തന്നെ ഒബ്ജക്റ്റ് വരാൻ പാടില്ല. ഒബ്ജക്റ്റ് വരുത്തി വേണമെങ്കിൽ നമുക്ക് സെന്റൻസ് മേക്ക് ചെയ്യാം, ചെയ്യണ്ട എന്ന് ഒരിക്കലും പറയണില്ല. ദ റൂം വാസ് ഡെക്കറേറ്റഡ് ബൈ ourselves എന്ന് പറയാം. കറക്റ്റ് ആണ്. അപ്പൊ അവിടെ വാസ് വരും. ആ വാസ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ വരും. അത് എന്തെന്നായിരിക്കുള്ളു? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് പോകും. ഓക്കെയോ തസ്നി? പാസ്റ്റ് കണ്ടിന്യൂസ് ഫോമിലാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഉപയോഗിക്കാം, തെറ്റില്ല. അപ്പോ ഐ വരുമ്പോൾ, ഹി വരുമ്പോൾ, ഷീ വരുമ്പോൾ, ഇറ്റ് വരുമ്പോൾ, യു വരുമ്പോൾ, യു എന്നത് സിംഗുലർ ആയിരിക്കണം. SELF ഉപയോഗിക്കുക. മൈസെൽഫ്, യുവർ സെൽഫ് അല്ലെ, അങ്ങനെ ഉപയോഗിക്കുക. ഇനി യു ടീച്ചർ, ദ റൂം ഡെക്കറേറ്റഡ് ബൈ അവർ സെൽഫ്, അത് കറക്റ്റ് അല്ലേ? ദ റൂം ഡെക്കറേറ്റഡ് ബൈ അവർ സെൽഫ്. ദ റൂം ഡെക്കറേറ്റഡ്, ദ റൂം ഞാൻ പറഞ്ഞല്ലോ. ദ റൂം ഞാൻ എന്താണ് ഞങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ദ റൂം വാസ് ഡെക്കറേറ്റഡ് എന്ന് വരും. അവിടെ ഒരു പ്രത്യേകത വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായോ തസ്നി? മനസ്സിലായി. ഇവിടുത്തെ റൂൾ അനുസരിച്ച് എന്താ നമ്മൾ ആദ്യം ചേർക്കേണ്ടത് സബ്ജക്റ്റ് ആണ് കേട്ടോ. പിന്നീടാണ് നമുക്ക് അവിടെ ഒബ്ജക്റ്റിന്റെ സ്ഥാനം, പിന്നെ റിഫ്ലെക്സീവ് പ്രോനൗൺ, പിന്നെയാണ് ഒബ്ജക്റ്റ് ഇവിടെ വരുന്നത്. ഈ റൂൾ അനുസരിച്ച് നമുക്ക് ഏതെങ്കിലും സന്ദർഭത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത് വേണമെങ്കിൽ ഒബ്ജക്റ്റിനെ കൊണ്ടുവരാം, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഉപയോഗിക്കാം അല്ലെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? റിലേറ്റീവ് പ്രോനൗൺ, റിഫ്ലെക്സീവ് പ്രോനൗൺ ഉപയോഗിക്കാം. സെന്റൻസിന് തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ തസ്നി. തസ്നി അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റാണെന്നല്ല പറഞ്ഞത് കേട്ടോ. മനസ്സിലായി. ഇനി ഡെമോൺസ്ട്രേറ്റീവിലേക്ക് വരുമ്പോൾ, ഡെമോൺസ്ട്രേറ്റീവ് ഒക്കെ ഒന്നും വലിയ ഇതാക്കി ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡെമോൺസ്ട്രേറ്റീവ് നമ്മൾ കാര്യം അറിയുക, ദൂരെയുള്ള വസ്തുക്കളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതും അരികിലുള്ള വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. നിയർ ആയിട്ടുള്ള വസ്തുക്കളെ നമ്മൾ ദാറ്റ് എന്നും, അതിന്റെ പ്ലൂറൽ എന്തായിരിക്കുള്ളു? ദാറ്റ്, ദീസ് അല്ലെ, ദാറ്റ്, ദോസ്. ദിസ് ഫാറിലാണോ? ഫാർ വരുമ്പോഴാണ് ദാറ്റ് ഉപയോഗിക്കുന്നത്. നിയർ വരുമ്പോൾ ദിസ് ഉപയോഗിക്കുന്നു. ദിസ് എന്താവുന്നു? ദീസ് ആവുന്നു. മനസ്സിലായോ? അതായത് നിയർ ആയിട്ടുള്ള വസ്തുക്കളെ നമ്മള് ദിസ് ഈസ് പറയുന്നു അല്ലെ. ദിസ് എന്തായിട്ട് മാറുന്നു? ദീസ് ആയിട്ട് മാറുന്നു പ്ലൂറലാവുമ്പോഴ്. ഫാർ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ദാറ്റ് ഉപയോഗിക്കുന്നു. ദാറ്റ് എന്തായിട്ട് മാറുന്നു? ദോസ് ആയിട്ട് മാറുന്നു. അതായത് ഇപ്പോ ഒരു കുട്ടിയുടെ അടുത്ത് എന്തുണ്ട്? കയ്യിൽ അടുത്തായിട്ട് അയാളുടെ കയ്യില് ഒരു പുസ്തകമുണ്ട്, കയ്യിലൊരു പുസ്തകമുണ്ട് അല്ലെ. അപ്പോ എന്ത് പറയുന്നു? ഈ കുട്ടി ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് പറയും? ദിസ് ഈസ് എ ബുക്ക് എന്ന് പറയും അല്ലെ. ഒരുപാട് ബുക്സ് ഉണ്ടെങ്കിലോ, ഒരുപാട് ബുക്സ് അരികിലുണ്ടെങ്കിൽ എന്ത് പറയണം? അപ്പോ ബുക്സ് എന്ന് പറയും. ഇനി ഈ കുട്ടി ഇവിടെ ഇരിക്കുന്നു, പക്ഷെ ബുക്ക് ഇരിക്കുന്നത് ഒരു മേശയുടെ മേലെയാണെങ്കിൽ എന്ത് പറയുന്നു? കുറെ ബുക്സ് ഉണ്ടെങ്കിൽ ദോസ് ഉപയോഗിക്കാം. ഒരു ബുക്ക് ഉണ്ടെങ്കിൽ എന്ത് ഉപയോഗിക്കാം? ബുക്ക് അല്ലെ. ഒരുപാട് ബുക്ക് ഉണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ അതിനകത്ത്. ഡെമോൺസ്ട്രേറ്റീവ് ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഡിസ്ട്രിബ്യൂട്ടീവിലേക്കാണ് നമ്മൾ പോണത്. ഡിസ്ട്രിബ്യൂട്ടീവിലേക്കാണ് പോകുന്നത്. ഡിസ്ട്രിബ്യൂട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ആൻഡ് ഇൻഡെഫിനിറ്റിലേക്ക് പോകണം. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ
അത് ഇത്തിരി മറ്റേത് ഞാൻ ഇത്തിരി സ്പീഡിൽ പറഞ്ഞത് എന്താണ്, അത് നിങ്ങൾക്ക് അത്ര വലിയ കാര്യമാക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പറഞ്ഞു പോയത് കേട്ടോ. അപ്പോ ഇൻഡെഫിനിറ്റിനെ കുറിച്ച് പഠിക്കാം. അത് നമുക്ക് എന്തായാലും പഠിക്കേണ്ട ഒന്നാണ് ഇൻഡെഫിനിറ്റ്. അപ്പോ ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫെമിലിയർ റെഫറൻസ് ആ സെന്റൻസിൽ ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? സ്പെസിഫിക് ഫെമിലിയർ റെഫറൻസ് എന്തിനുണ്ടാവില്ല? റെഫറൻസ് എന്ന് പറയുന്നത് ആ സെന്റൻസില് ഉണ്ടാവില്ല അല്ലെ. സ്പെസിഫിക് ഫെമിലിയർ റെഫറൻസ് ഇവിടെ കാണില്ല. നമുക്ക് റെഫറൻസ് ഒരിക്കലും നമുക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള സെന്റൻസിൽ കാണില്ല. ഞാൻ ഉദാഹരണം പറയാം. someone അല്ലേ, called me, ആരോ എന്നെ വിളിച്ചു അല്ലേ. അപ്പോ അനുപമ, ഈ ആരോ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞതില് വലിയൊരു സ്പെസിഫിക്കേഷൻ ഉണ്ടോ? അവിടെ ആരാണ് വിളിച്ചതെന്നുണ്ടോ? ആൻസർ നമുക്ക് കിട്ടോ? ഇല്ല അല്ലേ. നമുക്ക് അവിടെ ആൻസർ കിട്ടുന്നില്ല. എന്താണ്? എല്ലാരും മ്യൂട്ട് ചെയ്തല്ലേ വെച്ചിരിക്കുന്നത്? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? അനുപമ അല്ലാതെ ആരും? അപ്പോ someone called me അല്ലെ, ആരോ എന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഈ someone എന്നത് നമുക്കറിയാവുന്ന ആളാണോ? ആണോ? അല്ല അല്ലേ. നമുക്കറിയില്ല, ആരാണെന്ന് അറിയില്ല ഈ someone. അതേപോലെ തന്നെ I saw somebody, എന്താണ് ഇതിന്റെ അർത്ഥമാക്കുന്നത്? I saw somebody അല്ലേ. എന്ന് ആരെ കണ്ടു എന്നാ പറയുന്നത്? ആരെ കണ്ടു? ആരെ കണ്ടു? ആരെയോ കണ്ടു അല്ലേ. സ്പെസിഫിക്കേഷൻ ഒന്നും ആരെയാണ് കണ്ടതെന്ന് അല്ലേ. ആരെ കണ്ടെന്നുള്ളൊരു ഇതൊന്നും നമുക്കില്ല, അറിയില്ല അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ഇതിനെയാണ് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇൻഡെഫിനിറ്റ് ആണല്ലോ. ഈ പ്രോനൗണിനെ എന്ത് പറ്റി മതി എന്ന് പറഞ്ഞത്? എന്ത് പറ്റി എന്നാണ്? സംതിങ് എന്താണ് ഇതിൽ ഒരു സംതിങ് വരും. ഓക്കെ, ഞാൻ ഇത് ആ കുട്ടി പറയാണ് ടീച്ചർ ഒന്ന് നിർത്തു ക്ലാസ് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനിപ്പോ നിർത്തുകയാണ്. എന്താ വേണ്ടത് കുട്ടികളെ? ഞാൻ നിർത്തുന്നു. 33 ബോറടിച്ചോ? എന്താണ് സമയായപ്പോ പറഞ്ഞതായിരിക്കും. നിർത്തോന്ന് ചോദിച്ചു ആ കുട്ടി. ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യാന്ന്. ഞാനിപ്പോ ക്ലാസ് നിർത്താം, കുഴപ്പമില്ല. നമ്മൾക്ക് ഇനിയിപ്പോ ഇത് കഴിയട്ടെ. ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ഗ്രാമർ തന്നെ പറയുമ്പോൾ എനിക്കറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കും ഇത് ആ ബോറിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടറിയാം. ഇതിലിപ്പോ ഇത് പഠിക്കാതിരിക്കാൻ നമുക്ക് നിവർത്തിയില്ല അല്ലെ. നിങ്ങളുടെ ചാപ്റ്ററിലുള്ള ഒരു സംഭവമാണിത്, ടോപ്പിക്കാണിത്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴത്തെ ക്ലാസ് ഇപ്പൊ ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ഒന്ന് ഓർത്ത് വെച്ചോളൂ. എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്നോട് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഞാൻ മാറ്റം വരുത്തണോ, ക്ലാസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് തന്നെ പറയാ. ഇതേപോലെ തന്നെ പോണോ, അല്ലെങ്കിൽ എന്റെ ടീച്ചറെ എനിക്ക് ഇങ്ങനെയൊക്കെ അല്ലേ പറ്റൂ, ഇങ്ങനെ പറ്റില്ല, ഇങ്ങനെ ഒന്ന് എടുത്ത് തന്നാല് ഒന്ന് നല്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. എനിക്കും കൂടി ഒന്ന് മനസ്സിലാവുന്നുണ്ടോ? ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വരും.
അത് ഓൾറെഡി ഓക്കെ ആണ്. നിങ്ങൾക്ക് എന്താണ്, നമ്മളൊരു ക്ലാസ്സിലിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒന്ന് ഗ്രാസ്പ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതിന്റെ ഒരു പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് എന്തായാലും കേട്ട് ഇങ്ങനെ വരുമ്പോഴും നമുക്ക് എന്താണ് എന്തായാലും ഒരു റിപ്പീറ്റ് ചില കാര്യങ്ങളൊക്കെ അല്ലെ വരുമ്പോഴും നമുക്കൊരു സംശയങ്ങളൊക്കെ വരും. അത് സ്വാഭാവികമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ക്ലാസ് ഇന്ന് ഇവിടെ നിർത്തുകയാണ്. ഇൻഡെഫിനിറ്റില് അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങള് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയാം കേട്ടോ. അടുത്ത ക്ലാസ്സിലായാലും നിങ്ങൾക്ക് തുറന്നു തരാം, നോട്ട് തരാം കേട്ടോ. അപ്പോ എല്ലാവരും ഇന്നത്തേക്ക് എന്താണ്, എല്ലാവരും ചെയ്തോളൂ. ഈ ക്ലാസ് ഇന്ന് ലീവ് ചെയ്തോളൂ. ഇനി ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ഇന്ന് ലീവ് ചെയ്തോളൂ. 1 hour ആണോ മാം ക്ലാസ്? 1 hour ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് എന്തെങ്കിലും പറയണം കേട്ടോ. Thank you, ma'am. Thank you, ma'am. ഓക്കെ മക്കളെ, അടുത്ത ക്ലാസ്സിൽ കേട്ടോ. താങ്ക് യു മാം. Thank you, ma'am. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am. ഓക്കെ, Thank you, ma'am. ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am. ഓക്കെ മക്കളെ, ഓക്കെ. താങ്ക് യു. താങ്ക് യു.